ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ വ്ളോഗ് എന്ന് പറയുന്നത് ഇന്ന് ആമിക്കുട്ടിയുടെ ഫസ്റ്റ് ഡേ ഓഫ് സ്കൂളാണ്. അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു വ്ളോഗാണ് കേട്ടോ കാണിക്കുന്നത്. ഞാൻ ഈ ഒരു വീക്കായിട്ട് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. നമ്മൾ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. ഇങ്ങോട്ടെന്ന് പറഞ്ഞാൽ ഞാൻ നൈറ്റ് ഡ്യൂട്ടി പോകുമ്പോൾ എൻ്റെ വീട്ടിൽ പോയി നിൽക്കാറുണ്ട് ഞാൻ ആമിക്കുട്ടി. അപ്പോൾ ആമി അവിടെ കുളിച്ച് റെഡി ആയി നല്ല സുന്ദരി കുട്ടിയായിട്ട് നിൽക്കുന്നുണ്ട്. ഞാനിപ്പോൾ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് ജസ്റ്റ് ഇവിടേക്ക് വന്നോളൂ. ഇവിടുന്ന് കുറച്ച് ഐറ്റംസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് വേണം അങ്ങോട്ട് പോകാനായിട്ട്. പിന്നെ നല്ല മഴയായിരുന്നു കേട്ടോ ഇന്നത്തെ ദിവസം. ആമിക്ക് ജൂൺ 1, 2 അല്ല ഓപ്പൺ ആയത് 4-ാം തീയതി ആയിരുന്നു. ആമി UKG-ലോട്ടായിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആകാം. ഫേസൊക്കെ ഒന്ന് വാഷ് ചെയ്ത് ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയിട്ട് നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് എത്തിയിട്ടുള്ളൂ ഞാൻ. എന്നിട്ട് അങ്ങോട്ട് പോവാം കേട്ടോ. ആമിയുടെ കൊട കാര്യങ്ങൾ അങ്ങനെ കുറച്ച് ഐറ്റംസ് ഒക്കെ ഇവിടെ നിന്ന് എടുക്കാനുണ്ട്. മഴ ഇന്നലെ വലിയ മഴയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞാൻ കരുതി മഴയൊക്കെ നിന്നു തോർന്നു എന്നൊക്കെ. പക്ഷെ ഇന്ന് നല്ല മഴയുണ്ടായിരുന്നു. ഇപ്പോൾ കുറച്ചൊന്ന് തോർന്നിട്ടുണ്ട്. പക്ഷെ ഇങ്ങനെ പെയ്യാതിരിക്കാം അങ്ങനെ നിൽക്കുകയാണ് കേട്ടോ. ഞാൻ ഏതായാലും ഒന്ന് ഫ്രഷ് ആവട്ടെ, എന്നിട്ട് നമുക്ക് അവിടേക്ക് പോവാം. നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാലേ ഉള്ളൂ. ഭയങ്കര ഉറക്കക്ഷീണമുണ്ട് എൻ്റെ ഫേസിൽ. ഇന്നലെ ആണെങ്കിൽ ശരിക്ക് ഉറങ്ങാനും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ജസ്റ്റ് ഒന്ന് മുഖമൊക്കെ ഒന്ന് കഴുകട്ടെ. ആമിക്ക് വീണ്ടും സ്കൂളിൽ പോണതിന് മടിയും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ചെറിയൊരു ടെൻഷനുണ്ട്. അതിന് കാരണം ഞാനാണ് കേട്ടോ. സ്കൂൾ തുറക്കണതിന് കുറച്ച് നാൾ മുന്നേ ഞാൻ ചോദിച്ചേ, നിൻ്റെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവുമോ, കിടാങ്ങളൊക്കെ ഷഫിൾ ചെയ്യില്ല, ഡിവിഷൻ ചേഞ്ച് ചെയ്യും, പണ്ടത്തെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാവും എന്നൊരു ഉറപ്പില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾക്കത് പിന്നെ അതൊരു ടെൻഷനായി. ഇടയ്ക്കിടയ്ക്ക് പറയും എൻ്റെ ഫ്രണ്ട്സ് ഉണ്ടാവാ പോലെ എന്നൊക്കെ. എനിക്കിത് ചെറുതിലൊരു ട്രോമയായിരുന്നു കേട്ടോ. അതായത് നമ്മൾ ഇപ്പം ഒരു സ്റ്റാൻഡേർഡിൽ ഒരുമിച്ച് കളിച്ച് പഠിച്ച് വന്ന ഫ്രണ്ട്സ് പിന്നത്തെ ഇയർ ആകുമ്പോൾ അവരുണ്ടാകണമെന്ന് ഒരു ഉറപ്പില്ലല്ലോ. കുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഡിവിഷൻ ചേഞ്ച് ചെയ്യില്ലേ. അപ്പോൾ എനിക്കത് ഭയങ്കര ഒരു വിഷമവും ടെൻഷനൊക്കെ ആയിരുന്നു ചെറുതിൽ. ഫസ്റ്റ് ഡേ അതാണ് ഒരു ടെൻഷൻ. ആരൊക്കെ ഉണ്ടാവും എന്നാവും നമ്മൾ നോക്കുക ചുറ്റും നമ്മുടെ മുന്നത്തെ ഫ്രണ്ട്സിൽ. അത് ഒരു ട്രോമയാവാറുണ്ട് കേട്ടോ ചെറുതിലെ. ഭയങ്കര വിഷമമാണ്. പിന്നെ കുറച്ച് നാൾ കഴിയണമല്ലോ കമ്പനി ആവാനായിട്ട് അങ്ങനെ. അപ്പോൾ ഇതിനിടയ്ക്ക് ഞാൻ ചെറുതായിട്ടൊന്ന് സ്കിൻ കെയർ ചെയ്യുന്നുണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, ഫേസ് ഭയങ്കര പഫി ആയിട്ടിരിക്കുകയാണ് കേട്ടോ. ഈ ഉറക്കൊളച്ചേൻ്റെയും ഇതിൻ്റെയൊക്കെ ആയിട്ട്. പിന്നെ എനിക്ക് ജസ്റ്റ് ഒന്ന് കുറച്ച് പേപ്പർ വർക്ക്സ് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് അക്ഷയ അവിടേക്ക് ഇവിടേക്കൊക്കെ പോകണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് സ്കിൻ കെയറും ചെറുതായിട്ടൊരു മേക്കപ്പൊക്കെ ചെയ്യുന്നുണ്ട്. ഡോവിൻ്റെ മോയ്സ്ചറൈസറാണ് കേട്ടോ ഞാൻ ഫേസിലാണ് യൂസ് ചെയ്തത്. അത് ബോഡി ലോഷനാണ്, ബോഡി മോയ്സ്ചറൈസറാണ്. എന്നാലും ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആയതുകൊണ്ട് എൻ്റെ മോയ്സ്ചറൈസർ കഴിഞ്ഞ് ഞാൻ ഇതുവരെ വാങ്ങിക്കാത്തത് കൊണ്ടും അത് ഞാൻ ഫേസിൽ ജസ്റ്റ് ഒരു തിൻ ലെയർ അപ്ലൈ ചെയ്തു. പോൺസിൻ്റെ സൺസ്ക്രീൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് വന്നിട്ട് നമ്മുടെ ഫേസ് സ്കാനയുടെ സ്ട്രോപ്പ് ക്രീമാണ്. അത് ജസ്റ്റ് ഒന്ന് ഹൈ എൻഡ്സിൽ മാത്രം ഒരു ഗ്ലോയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. പ്ലമ്മിൻ്റെ കാജൽ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് വെച്ചിട്ടൊന്ന് അടി മാത്രം നമ്മുടെ താഴത്തെ വാട്ടർ ലൈൻ മാത്രം ഒന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കണം. സിസ് ബ്യൂട്ടിയുടെ ഐ ഷാഡോ പാലറ്റ് അത് എൻവൈബയുടെ ആണാവോ. ഞാൻ ലിങ്കൊക്കെ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ആമസോണിൽ ഇപ്പോൾ അൾട്ടിമേറ്റ് ബ്രാൻഡ് സെയിൽ ലൈവായിട്ട് നടക്കുന്നുണ്ട്. 5th തുടങ്ങി 10th ജൂൺ വരെയാണുള്ളത്. നല്ല ബ്രാൻഡ്സിലൊക്കെ കുറേ ഓഫും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവരൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ലിപ്സ്റ്റിക്ക് വന്നിട്ട് ലോറിയൽ പാരീസിൻ്റെ ആയിരുന്നു. ഞാൻ എല്ലാത്തിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ജസ്റ്റ് മുടിയൊക്കെ കെട്ടി കമ്മലൊക്കെ ഇട്ട് ചെറിയൊരു മേക്കപ്പൊക്കെ ചെയ്തു. പിന്നെ സെപ്റ്റോന്ന് ഞാൻ ഇന്നലെ രാത്രി ഒരു 5 കിലോ സവാള വാങ്ങിയിട്ടാണ്. 5 കിലോ സവാളയ്ക്ക് 90 രൂപയായിരുന്നു. അപ്പോൾ അങ്ങനെ ഓഫിന് കിട്ടിയപ്പോൾ വാങ്ങി. സെപ്റ്റോൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് യൂസ് ചെയ്ത ഒരു ആപ്പ് യൂസ് ചെയ്ത് പഴകിയ യൂസേഴ്സ് ആയി കഴിഞ്ഞാൽ അവർ ഓഫേഴ്സൊന്നും നമുക്ക് തരില്ല. അതുമാത്രമല്ല പ്രൊഡക്ട്സിനൊക്കെ നല്ല റേറ്റും ആയിരിക്കും. അപ്പോൾ ആദ്യമൊക്കെ നമുക്ക് ഓഫർ കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ വേഗം വാങ്ങിക്കാൻ നോക്കട്ടെ. ആവശ്യമുള്ള സാധനങ്ങളൊക്കെ പിന്നീട് നമുക്ക് ആ ഓഫറും സംഭവങ്ങളൊന്നും കിട്ടില്ല. ഇത് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ ഓഫർ വെച്ചിട്ട് വാങ്ങിയതാണ് കേട്ടോ. 90 രൂപയ്ക്ക് 5 കിലോ സവാള. 3 കിലോ ഞാൻ ഇങ്ങോട്ട് എടുത്തു. 2 കിലോ അമ്മയ്ക്ക് കൊടുക്കാമെന്ന് വെച്ചാൽ അമ്മയ്ക്ക് ഓൾറെഡി അവിടെ കുറേ സവാള ഉണ്ടെന്നാലും കൊണ്ടുകൊടുക്കുക. എനിക്ക് എത്ര അധികത്തിൻ്റെ ആവശ്യമില്ല, 5 കിലോയൊന്നും ആവശ്യമില്ലേ. ആമിയുടെ ഫസ്റ്റ് ഡേ ആണ് കേട്ടോ. ബാഗൊക്കെ ഇട്ടത് കണ്ട ആമിക്കുട്ടി സെറ്റായിട്ട് നിൽക്കുകയാണ്. പക്ഷെ പുറത്ത് നല്ല മഴയാണ്. ആമി പോണത് 4-ാം തീയതി ആണ് കേട്ടോ ആമിയുടെ ഓപ്പണിങ്. UKG-യുടെ ഓപ്പണിങ് വരുന്നത് കണ്ട. പുറത്ത് നല്ല ഉഗ്രം മഴ ഇങ്ങനെ തകർത്ത് പെയ്തുകൊണ്ടിരിക്കുക. ഇത് ആമിയുടെ ബുക്ക് സാധനങ്ങളൊക്കെ ആട്ടാ. അപ്പൊ നമ്മള് ഇത് ഇന്നാണ് കൊടുത്തയക്കണത് ഡ്രൈവറുടെ കയ്യില്. അല്ലേ ആമി?
ഇന്ന് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റിന് അടയാണ് കേട്ടോ, നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പൂവടയാണ്. ആമിക്കുട്ടിക്ക് നമ്മൾ ഇത് തന്നെയാണ് കൊടുത്തയച്ചിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട്. അവൾ കഴിച്ചോളൂ കേട്ടോ, ഇഷ്ടമാണ്. പക്ഷെ നല്ലപോലെ മധുരം വേണം, ശർക്കര പഞ്ചസാരയൊക്കെ നല്ലപോലെ അറിഞ്ഞിട്ടിട്ടുണ്ടെങ്കിൽ ആൾ കഴിച്ചോളും. അങ്ങനെ ദേ ഞാനും ആമിക്കുട്ടിയും ബുക്കും ബാഗൊക്കെ എടുത്ത് ഇറങ്ങി കേട്ടോ, വണ്ടിക്ക് വെയിറ്റ് ചെയ്യാനായിട്ട്. മഴ പെയ്യണോ വേണ്ടതെന്ന് ഇങ്ങനെ സംശയത്തിലാണ്. ഞങ്ങൾ ഫസ്റ്റ് ഇറങ്ങിയപ്പോൾ കുട എടുത്തിട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അപ്പോൾ നന്നായിട്ട് പെയ്തിരുന്നു. പിന്നെ തോർന്നപ്പോൾ ഞാൻ വീണ്ടും കുട കൊണ്ടുവച്ചു, വീണ്ടും പോയി നിന്നു. അപ്പോൾ വീണ്ടും തകർത്ത് പെയ്യാൻ തുടങ്ങിയിട്ടാ. അപ്പോൾ തക്കുടാണെങ്കിൽ കുട കൊണ്ട് തന്നത്. തക്കുട് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നുള്ളൂ കേട്ടോ, അവൾക്കും നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. ഞങ്ങൾ പരമാവധി ഒരേ ഷിഫ്റ്റ് എടുക്കാൻ നോക്കാറുണ്ട്. എനിക്ക് നൈറ്റ് ആകുമ്പോൾ അവളും നൈറ്റ് എടുക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരിക്കാമല്ലോ. അല്ലെങ്കിൽ പകൽ ശരിക്കും ബോറടി ആയിരിക്കും, ആരും ഉണ്ടാവില്ല. ആമി സ്കൂളിൽ പോവും, മണിക്കൂട്ടം പോവും, വീട്ടിൽ ആരും ഇല്ലാണ്ട് ഒറ്റയ്ക്കാവില്ലേ അങ്ങനെ. അപ്പോൾ അത് ആമീനെ പറഞ്ഞു വിട്ടിട്ടുണ്ട്. ആമിക്ക് ചെറിയൊരു ടെൻഷനുണ്ട്. ഞാൻ പറഞ്ഞ കാര്യമൊക്കെ ബസ്സിൽ കയറുന്നതിന് മുന്നേ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ടായിരുന്നു, ആരെങ്കിലും ഉണ്ടാവുമോ ക്ലാസ്സിൽ, ഇനി ആരും ഉണ്ടാവില്ലേ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. ഞാൻ നൈറ്റ് കഴിഞ്ഞ് വരുമ്പോഴേക്കും അമ്മ ആമിക്കുട്ടീനെ കുളിപ്പിച്ച് ഒരുക്കി യൂണിഫോമൊക്കെ ഇട്ട് ലഞ്ചും ബ്രേക്ക്ഫാസ്റ്റും ഒക്കെ സെറ്റാക്കിയിട്ട് റെഡിയാക്കി നിർത്തിയിട്ടുണ്ടായിരിക്കും. ഞാൻ വന്ന വെറുതെ വണ്ടി കയറ്റി വിട്ടാൽ മാത്രം മതി കേട്ടോ. നൈറ്റുള്ള ഒരു 1 വീക്ക് ഞാനിവിടെ ഇങ്ങനെ വന്ന് നിൽക്കാറുണ്ട്. അപ്പോൾ തക്കുടും അതേ ഷിഫ്റ്റ് എടുക്കും. ഞങ്ങളിങ്ങനെ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് കുറേ കഥകളൊക്കെ പറഞ്ഞിങ്ങനെ നിൽക്കും കേട്ടോ. ഇപ്പോഴും തക്കുട് എൻ്റെ പിന്നിൽ നിന്നിട്ട് അവിടുത്തെ വർക്ക് പ്ലേസിലെ കാര്യങ്ങളും വിശേഷങ്ങളും കുറേ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും കേട്ടോ. ആകെ ഒരു 1 വീക്ക് ഇങ്ങനെ വന്ന് നിൽക്കാറുള്ളൂ. പിന്നെ ഉള്ള ദിവസം മുഴുവൻ അവിടെയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഈ തുണി കഴുകലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് വേണം നമുക്ക് കുറച്ച് പേപ്പർ വർക്കുകളും സംഭവങ്ങളൊക്കെ റെഡിയാക്കാനും അയക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതിനായിട്ട് പോകണം. ഇവിടെ വരുമ്പോഴാണ് ഞാനിതുപോലെ ആർമാദിച്ച് അലക്കക്കല്ലിൽ ഇങ്ങനെ അലക്കാറുള്ളത്. നമ്മളവിടെ മിക്കവാറും മെഷീൻ വാഷാണ് കേട്ടോ ചെയ്യാറുള്ളത്. വലിയ തുണികളൊക്കെ മെഷീനിലിട്ട് കഴുകും. ചെറുത് വലുത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇന്നേഴ്സ് ആമിക്കുട്ടിയുടെ ഉടുപ്പുകൾ കാര്യങ്ങൾ ട്രൗസറുകൾ അങ്ങനത്തെയൊക്കെ നമ്മൾ കഴുകാനായിട്ടൊരു കല്ല് വാങ്ങിയിട്ടുണ്ട് കേട്ടോ ഓൺലൈനിൽ നിന്ന്. അത് നമ്മുടെ വാഷ് റൂമിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിലിങ്ങനെ കുത്തി കഴുകാണ് ചെയ്യുക. പക്ഷേ എനിക്ക് ഭയങ്കര ഡിസ്കംഫർട്ട് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ നിന്നൊന്നും അലക്കാൻ പറ്റാറില്ലല്ലോ. അങ്ങനത്തെ എല്ലാം തോരിടുന്നുണ്ട്. ആമിക്കുട്ടി വരുമ്പോഴേക്കും നമുക്ക് ചെയ്ത് തീർക്കേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യാം. പോയി ചെയ്യേണ്ട സംഭവങ്ങളൊക്കെ തീർത്ത് വെച്ചാൽ അവിടെ വരുമ്പോഴേക്കും ഫ്രീ ആയിട്ടിരിക്കുക. ആമി വരുമ്പോൾ 3:30 ആവും കേട്ടോ. അവൾക്ക് ക്ലാസ് ടൈം വരുന്നത് 8 മണി തുടങ്ങി 3:30 വരെയാണ്. ഇപ്പോൾ ഫസ്റ്റ് ഡേ ഒക്കെ ആയിരുന്നെങ്കിൽ 1-ാം തീയതി 2-ാം തീയതി ഒക്കെ ആയിരുന്നെങ്കിൽ ഹാഫ് ഡേ വരെയൊക്കെ ഉണ്ടായേനുള്ളൂ. പക്ഷേ ഇതിപ്പോൾ റീഓപ്പൺ ചെയ്ത് 4-ാം തീയതി ആണല്ലോ, കുറച്ച് ലേറ്റ് ആയിട്ടല്ലേ. അപ്പോൾ ഫുൾ ഡേ തന്നെ ക്ലാസ് ഉണ്ടായിരിക്കും. ഇനി നമ്മൾ മീൻ വറക്കാൻ പോവാണ് കേട്ടോ. നല്ല വാള കിട്ടിയിട്ടുണ്ട്. അതമ്മതേ മസാലയൊക്കെ പുരട്ടി കുറേ നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചതാണ് കേട്ടോ. നല്ലപോലെ കുരുമുളക് അരച്ച് പരത്തിയിട്ടുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഉപ്പും ഒക്കെ ഇട്ടിട്ട് സെറ്റാക്കി നല്ലപോലെ മസാല പിടിച്ചിരിക്കണ മീനാണ് കേട്ടോ. അപ്പോൾ അത് എണ്ണ ചൂടായപ്പോൾ എണ്ണയ്ക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇതിനിടയ്ക്ക് ഞാൻ പോയിട്ട് എൻ്റെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ തീർത്തിട്ട് വന്നിട്ട് അക്ഷയയിലൊക്കെ പോയി പോണ്ടോടത്തൊക്കെ പോയി എല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. ഈ ഒരു മീൻ വറുക്കണത് നമുക്ക് ഉച്ചയ്ക്കത്തേക്കും അതുപോലെ രാത്രിക്കലേക്ക് ഞങ്ങൾക്ക് കൊണ്ടുപോകാനും ഒക്കെ ഉള്ളതായിട്ട് നമ്മൾ ഫുൾ ഒരു സെറ്റാണ് കേട്ടോ വറുത്തെടുക്കണത്. വലിയ ഫ്രൈ പാനാണ്. എല്ലാം കൊണ്ട് നമ്മളിത് കണ്ട ഫുൾ ഇതുപോലെ വറുത്തെടുത്തിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു മീൻ. ഇന്നലെയും ഇതുപോലെ ഇത് വറുത്ത് കഴിച്ചിട്ടുണ്ടായിരുന്നു. നല്ല ഫ്രഷ് ആയിട്ടുള്ള മീനായിരുന്നു കേട്ടോ. അങ്ങനെ മീനൊക്കെ വറുത്ത് ഉച്ചയ്ക്കത്തെ ലഞ്ചും കാര്യങ്ങളൊക്കെ കഴിച്ച് സെറ്റായി ഫുൾ സെറ്റായിട്ട് ഞാൻ കുറച്ച് റെസ്റ്റ് എടുത്താലോ എന്ന് കരുതി. ഇപ്പോൾ നൈറ്റല്ല, അപ്പോൾ പകൽ കുറച്ച് നേരം കിടന്ന് ഉറങ്ങിയാലോ എന്നൊക്കെ കരുതി. പക്ഷേ ഇവിടെ വന്നപ്പോൾ അമ്മയും അച്ഛനും ദേ ഭയങ്കര പണിയിലാണ്. നമുക്ക് 2-3 ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇന്നലെ കുറേ ചക്ക ചുള പറിച്ച് വെച്ചു കൂട്ടാം. അടുപ്പിച്ചടുപ്പിച്ച് മഴയായതുകൊണ്ട് മധുരം ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ പറയാറില്ലേ ഇങ്ങനെ അടുപ്പിച്ച് മഴ പെയ്ത് കഴിഞ്ഞാൽ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ മധുരം പോവും, പുഴു വരും, പെട്ടെന്ന് കേട് വരും എന്നൊക്കെ വെള്ളം കയറിയിട്ട്. പക്ഷേ ഈ ചക്കയ്ക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല, നല്ല മധുരം ഉണ്ടായിരുന്നു. ഇന്നലെ ചുള പറിച്ചതിന് അത് നല്ല മധുരം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ എല്ലാം ചുള പറിച്ച് കുരു വേർപ്പെടുത്തി ആ ഒരു പൾപ്പ് മാത്രം എടുത്തിട്ട് നമ്മൾ നല്ല പോലെ വേവിച്ച് കുറുക്കി വെക്കും കേട്ടോ. ഒരു എന്താ പറയുക, അതിൻ്റെ പ്യൂരി നല്ല പോലെ വറ്റിച്ചെടുത്ത് വെക്കുകയാണ് ചെയ്യുക. ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യും, കുറേ നാളുകൾ അതിരുന്നോളും. പിന്നെ ചക്ക സീസണൊക്കെ കഴിയുമ്പോൾ നമുക്ക് വേണമെങ്കിൽ ചക്കട ചുടാനും അതുപോലെ അൽവി ഉണ്ടാക്കാനും ഒക്കെ ഇങ്ങനെ എടുക്കാം കേട്ടോ. അമ്മ അങ്ങനെ ചെയ്യാറുണ്ട്. ചക്ക കുറേ ഉള്ളപ്പോഴൊക്കെ നമ്മളിതുപോലെ കുറേയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കൊടുക്കും. പിന്നെ ബാക്കി ഇതുപോലെ എടുത്ത് വെക്കും കേട്ടോ, സ്റ്റോർ ചെയ്ത് വെക്കും കുറേ നാളത്തേക്ക്. അപ്പോൾ ചക്ക കിട്ടാണ്ട് വരുന്ന സമയത്തൊക്കെ നല്ലതാണ് ചക്കട ചുടാനൊക്കെ. അപ്പോൾ ഇതിന് നല്ല മധുരം ഉണ്ട് കേട്ടോ. ഞാനിങ്ങനെ പോയി കുറേ ചക്കയൊക്കെ എടുത്ത് തിന്നു. അമ്മയച്ഛനും മത്സരിച്ച് ഇപ്പോൾ ചുള പറിച്ചിടാണ്. ഇനി നമുക്കിത് ഫുള്ള് സെറ്റാക്കണം. എനിക്കിങ്ങനെ എല്ലാവരും കൂടെ പണിയെടുക്കുമ്പോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് കേട്ടോ അതിൻ്റെ ഇടയിൽ കയറി പണിയെടുക്കാനായിട്ട്. അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പണിയെടുക്കാൻ എനിക്ക് ഭയങ്കര മടി പിടിക്കും കേട്ടോ എനിക്ക്. അപ്പോൾ അതേ നമ്മൾ ചക്കയുടെ ചുളയൊക്കെ പറിച്ചൊക്കെ വേർപ്പെടുത്തി വെച്ചു. അമ്മ അതൊക്കെ വേവിച്ച് വെച്ചു. അതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. ഇനി ഇതേ നമ്മൾ ആമയുടെ ബുക്ക് പൊതിയാണ്. 2-3 ബുക്കും കൂടെ ഉണ്ട്. നേരത്തെ ഞാൻ കാലത്ത് കാണിച്ചില്ലേ, അതൊക്കെ ഞാൻ പൊതിഞ്ഞ് കൊടുത്തയച്ചു. ആമയുടെ സ്കൂളിൽ അങ്ങനെയാണ് കിട്ടുന്ന ബുക്ക് ഫുള്ള് നമ്മൾ ഫസ്റ്റ് എല്ലാം പൊതിഞ്ഞ് റെഡിയാക്കി നെയിം സ്ലിപ്പൊക്കെ ഒട്ടിച്ച് അവിടെ കൊടുത്തയക്കണം. അപ്പോൾ ഈ 3 ബുക്ക് മാത്രം ഞാൻ കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അത് ഞാൻ ഇന്ന് പൊതിയാണ് കേട്ടോ.
പിന്നെ ഒരു കാര്യം ഉണ്ടായി, നമ്മളിങ്ങനെ ചക്കിയൊക്കെ നന്നാക്കി വർത്താനം പറഞ്ഞിരിക്കുന്നതിൻ്റെ ഇടയിൽ ആമി വരേണ്ട ടൈം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ ആ കാര്യം വിട്ടുപോയി. അമ്മയാണ് എന്നെ ഓർമ്മിപ്പിച്ചത്. അപ്പോൾ പെട്ടെന്ന് നമ്മൾ അവിടെ നിന്നൊക്കെ നിർത്തി പോകുന്നതുകൊണ്ട് എനിക്ക് ചക്ക വേവിക്കണത് അങ്ങനെയുള്ളതൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ. ആമിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ ഇറക്കി കൊടുക്കുമെങ്കിലും നമ്മൾ ആരെങ്കിലും പിക്ക് ചെയ്യാൻ വേണ്ട ഇറക്കണ സമയത്ത്. ആമി എൻ്റെ അടുത്ത് ഇരിപ്പുണ്ട് കേട്ടോ. ഞാനീ പൊതിഞ്ഞു കൊടുക്കണ ബുക്കിലൊക്കെ ആളിങ്ങനെ സ്റ്റിക്കർ ഒട്ടിച്ചിരിക്കുകയാണ്. പക്ഷേ ഹാപ്പിയാണ് കേട്ടോ. ഞാൻ ചോദിച്ചപ്പോൾ ഫ്രണ്ട് ഉണ്ട്, ഒരു ഫ്രണ്ട് കൂടി ഉണ്ട്. ബാക്കി കുറച്ച് പേരൊക്കെ ഷഫിൾ ചെയ്തു മാറ്റിയിട്ടുണ്ട്. എന്നാലും ആള് ഹാപ്പിയാണ് കേട്ടോ. സ്കൂളിൽ പോയിട്ട് വന്നു അല്ലേ? ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാ? ഷഫിൾ ചെയ്താ? ആദ്യം ഉണ്ടാ? എങ്ങനെയുണ്ട് ടീച്ചറൊക്കെ? കളിച്ചന്ന് എവിടെയാ? പ്ലേ ഗ്രൗണ്ടിൽ കളിച്ചാ? ടീച്ചറുടെ പേരെന്താ? നീ അയ്യോ, വേറെ ഫ്രണ്ട്സിനൊക്കെ കിട്ടിയാ? വേറെ ആരും കിട്ടിയില്ലേ? മിണ്ടൂട്ടാ, ഫസ്റ്റ് ഡേ അല്ലേ ഇന്ന്. ഇനി മിണ്ടിക്കോളൂ കേട്ടോ എല്ലാരും. അയ്യോ അമ്മ കൈവിട്ട് ചവിട്ടണം, കൈവിട്ട് ചവിട്ടേ. ആമിക്ക് ഇതൊക്കെ അറിയോ? വീരണ്ടാട്ട പൊന്നോ. സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ച് നേരം ആരെങ്കിലുമൊക്കെ അവളുടെ കൂടെ കളിക്കണം കേട്ടോ. സൈക്കിൾ ചവിട്ടാൻ ഫ്രണ്ടിൽ വന്നിരിക്കുക, കമ്പനി കൊടുക്കങ്ങനെ ചെയ്താൽ ആൾക്കൊരു സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് നേരം ഫ്രണ്ടിൽ വന്ന് നിന്നു. ഇനിയൊരു 5 മണി ഒക്കെ ആകുമ്പോൾ എനിക്ക് പോകേണ്ട കാര്യങ്ങളൊക്കെ നോക്കി തുടങ്ങണം കേട്ടോ. ഇതിപ്പോൾ ആ ഒരു സമയമൊന്നും ആയിട്ടില്ല. ചായ കൂടിയും കാര്യങ്ങളും ബിസ്ക്കറ്റൊക്കെ കഴിച്ച് ആളിതേ സൈക്കിൾ ചവിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി നല്ലൊരു ടോപ്പിക്കായിട്ട് നമുക്ക് നെക്സ്റ്റ് ടൈം കാണാം. അതുവരേക്കും എല്ലാവരും നല്ല ഹാപ്പി ആൻഡ് ഹെൽത്തി ആയിട്ടിരിക്കുക. ബൈ.